അൺഡോക്കിംഗ് പൂർണ്ണമായിരിക്കുന്നു. ആക്സിയം 4 ഭൂമിയിലേക്ക് തിരിക്കുന്നു. ആദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ഒരു ഇമാജിനറി ലൈൻ കടക്കുക, അതാണ് ആദ്യത്തെ പ്രവൃത്തി. അതിനുശേഷം പിന്നീട് ഭൂമിയിലേക്കുള്ള യാത്ര വരുന്നു. ഭൂമിക്ക് ചുറ്റും വലയം വെച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം ഇതുവരെ ശുഭം എന്ന് പ്രതീക്ഷിക്കാനാണ് നമുക്ക് കഴിയുന്നത്. എല്ലാം കൃത്യമായി നടന്നിരിക്കുന്നു. അണുവിട വ്യത്യാസമില്ലാതെ പ്രതീക്ഷിച്ച തരത്തിലേക്ക് സാങ്കേതിക രംഗത്തെ മികവ് അവിടെ പ്രകടമായിരിക്കുന്നു. അജയ്, ഏറ്റവും ഒടുവിൽ ഇതാ ഇന്ത്യ പ്രതീക്ഷിച്ചതുപോലെ, ലോകം പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യയുടെ എല്ലാ അഭിമാന നിമിഷങ്ങളും കൈകളിലാക്കി ശുഭാംശു തന്റെ രണ്ടാമത്തെ തിരിച്ചുവരവ് അല്ലെങ്കിൽ ശുഭ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അല്ലേ? അതേ മനു, നമ്മളെല്ലാവരും കാത്തിരുന്ന നിമിഷം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ 15 ഹുക്കുകൾ അത് പൂർണ്ണമായിട്ടും വേർപെടുത്തിയ ശേഷം അൺഡോക്കിംഗ് നടന്നു എന്ന് നാസ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാനുള്ളത്. അൺഡോക്കിംഗ് പ്രക്രിയ പൂർണ്ണമായി. ഇനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇമാജിനറി ലൈൻ ഫോളോ ചെയ്ത് അതിന്റെ വേഗത ഘട്ടം ഘട്ടമായി കുറച്ച് ഭ്രമണപഥം മാറ്റുന്ന ഒരു ഘട്ടമാണ് അടുത്തതായി നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ അതിന്റെ തത്സമയ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏതാണ്ട് 1/4 മണിക്കൂറോളം തന്നെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് തത്സമയം തന്നെ അതിന്റെ അപ്ഡേറ്റ്സ് ഉൾപ്പെടെ ലഭ്യമാകും. അതിനുശേഷം ഒരു നീണ്ട യാത്രയാണ്, ഏതാണ്ട് ഒരു 22 മണിക്കൂറും 30 മിനിറ്റും ഉള്ള ഒരു നീണ്ട യാത്രയാണ് ഭൂമിയിലേക്കുള്ളത്. ഭൂമിയിലേക്ക് ഇപ്പോൾ കടക്കുമ്പോഴുള്ള പ്രക്രിയയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള, അതും ഇപ്പോൾ ഡ്രാഗൺ പേടകം പോലെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചരിത്രമുള്ള ഒരു പേടകത്തിലൂടെയാണ് അത് ഭൂമിയിലേക്ക് വരുന്നത്. വളരെ